നമസ്കാരം. തത്വമൈ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹിക നിരീക്ഷകനും പണ്ഡിതനുമൊക്കെയായ ശ്രീ KV രാജേന്ദ്രനാണ്. സ്വാഗതം. ആധുനിക കവിത്രയത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള കുമാരനാശൻ്റെ ആശാൻ സ്മാരകം മലയാളി എത്ര കാലമുണ്ടോ അത്രയും കാലം സംരക്ഷിച്ചു നിർത്തേണ്ട നമ്മുടെ സാംസ്കാരിക സ്വത്ത്. ആ സാംസ്കാരിക സ്വത്തിനെയാണ് ഒരു മീൻ ചന്തയാക്കി മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും മുഴുവനും ഇടിച്ചു തകർത്ത് ആ പ്രദേശം മൊത്തവും അടിച്ചൊതുക്കി ഒരു പള്ളിയുടെ വകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്മാരകത്തെ അല്ലെങ്കിൽ ആ വിശുദ്ധ ഭൂമിയെ മൊത്തം ഒരു മീൻ ചന്തയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? കുമാരനാശാൻ ജനിച്ച സ്ഥലം നമുക്ക് തർക്കമല്ലോ. കടലും കായലും കൈകോർത്തിണക്കുന്ന കായിക്കരയാണ് ജന്മദേശം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മഗേഹമായിട്ടുള്ള തൊമ്മൻവിളാകം തറവാട് 4.5 ഏക്കറാണ്. അവിടെ നിന്ന് കുറച്ച് ഭാഗത്ത് സർക്കാരിൻ്റെ ഒരു സ്മാരകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സംസ്കാര വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പഠിച്ച സ്കൂളും സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ 4.5 ഏക്കറിൽ ഒരു 50-60 സെൻറ്റ് മാത്രമാണ് ഉള്ളത്. ബാക്കി ഇദ്ദേഹത്തിൻ്റെ വീടിരുന്ന ഒരു ഭാഗം, തൊമ്മൻവിളാകം തറവാടിൻ്റെ വീടിരുന്ന 21.5 സെൻറ്റ്, അതിപ്പോഴും നാരായണൻ കൊച്ചുപെരുംകുട്ടി കാളിയമ്മ എന്ന് പറയുന്ന ആശാൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിൽ തന്നെയാണ് ഉള്ളത് പ്രമാണം. അങ്ങനെയുള്ള പ്രമാണമുള്ള അദ്ദേഹത്തിൻ്റെ തറവാടിരുന്ന സ്ഥലം അതൊന്ന് പള്ളിപ്പുരയിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ക്രൈസ്തവ പള്ളിയുടെ നേതൃത്വത്തിൽ അതിനെ ഒരു ചന്തയാക്കി മാറ്റാനുള്ള ശ്രമം, തറയെല്ലാം ഇടിച്ച് ആ ജീർണിച്ച കെട്ടിടമെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ തറയൊക്കെ ഇങ്ങനെ സിമൻ്റ് ഇട്ട് അവിടെ ചന്തയാക്കാനുള്ള രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കലാകാരളത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. വാസ്തവത്തിൽ കുമാരനാശാന് എപ്പോഴാണ് ഈ ദുസ്തുതി തുടങ്ങിയത് എന്ന് ആലോചിച്ചാൽ, അദ്ദേഹം മലബാറിൽ ഉണ്ടായിരുന്ന 921 നടന്ന മാപ്പിള ലഹള നടന്ന പ്രദേശത്ത് പോയി കാണുകയും അവിടുത്തെ ദുരവസ്ഥ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു കൃതി എഴുതിയിരുന്നു, ദുരവസ്ഥ എന്ന്. ക്രൂര മുഹമ്മദർ ചിന്തിയ ചോരയാൽ ചോപ്പിടും ഏർനാട്ടിൽ എന്നുള്ള ആ വരികൾ, അമ്മമാരില്ലേ പെങ്ങന്മാരില്ലേ ഈ മൂക്കർക്ക് ഈശ്വര ചിന്തയല്ലേ എന്ന് ചോദിച്ച കവി. അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ പോലും ഇങ്ങനെ ഒരു കവിത അല്ലെങ്കിൽ ദുരവസ്ഥ എഴുതിയതിൻ്റെ പിന്നാമ്പുറം ഉണ്ട് എന്ന് സംശയിക്കുന്നവരാണ് മലയാളികളേറെ. ബോട്ടപകടം പോലും അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുമാരനാശാനെ പോലെയുള്ള മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമതുകളെയും മാറ്റുമീനുങ്ങളെ തന്നെ എന്ന് പറഞ്ഞ ഒരു വിപ്ലവത്തിൻ്റെ തീജ്വാല പുറപ്പെടുവിച്ച് അക്ഷരങ്ങൾ അഗ്നിയാക്കി പടർത്തിയ നമ്മുടെ നവോത്ഥാന സങ്കല്പങ്ങളിൽ ഏറ്റവും അഗ്രേസരനായ കവി, കവിത്രയങ്ങളിൽ ഒരാൾ എന്നൊക്കെ പറയുന്ന ആ കവിയുടെ ജന്മദേശം അല്ലെങ്കിൽ ജന്മഗൃഹം സംരക്ഷിക്കേണ്ട ചുമതല മലയാളിക്കുണ്ട്, സാഹിത്യ ലോകത്തിനുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. ഇവിടെ ഗവൺമെൻറ് നിശബ്ദമാണ്, നമ്മുടെ സാഹിത്യ ലോകവും നിശബ്ദമാണ്. ആകെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള തപസ്യ മാത്രമാണ്. തപസ്യ അവിടെ ഒരു സ്മൃതിയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് കലാകാരന്മാരും കവികളും എല്ലാം കൂടി ഒത്തുചേർന്ന് അവിടെ പുഷ്പാർച്ചനയും ഒപ്പം തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടോ ഒരു കുറ്റകരമായ മൗനം കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത്തരത്തിൽ ഈ തീർത്തും വെറുക്കപ്പെട്ട ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നന്നായി നീന്തുമായിരുന്ന കുമാരനാശാൻ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോഴും ആൾക്കാർ സംശയിക്കുന്നത്. റെഡീമർ ബോട്ടപകടത്തിൽ അദ്ദേഹം നീന്തി രക്ഷപ്പെടുവാനുള്ള ഒരു ശേഷിയും കരുത്തുമൊക്കെ നിരന്തരം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ കുമാരനാശാൻ. അദ്ദേഹത്തിന് നന്നായി നീന്താൻ അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൽ പോലും ദുരൂഹതയുണ്ട് എന്ന്. അതിനുശേഷം ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിനോട് പോലും ഈ കാണിക്കുന്ന അനീതി, അദ്ദേഹത്തിനോട് അനീതി കാണിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിനുശേഷം ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ഒക്കെ പോലും അത്തരത്തിൽ ഒരു നല്ല ഒരു രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുവാനോ അതിനെക്കുറിച്ച് കാര്യമായ രീതിയിൽ തിരക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കുവാനൊന്നും സർക്കാരുകൾ തയ്യാറായിട്ടില്ല. അത് മറ്റൊരു വസ്തുത. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിനോട് പോലും ഈ അനീതി കാണിക്കുന്നതിന് പിന്നിൽ എന്താണ്? എന്തെങ്കിലും മതമാണോ അതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന തരത്തിൽ ഒരു മതമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണോ അതിൻ്റെ പിന്നിൽ?
അല്ല, അതിനകത്ത് അദ്ദേഹം ബോട്ടപകടത്തിൽ മരിച്ചതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് വളരെ എഴുന്നേറ്റ് നിന്നാൽ കഴുത്തിൻ്റെ ദൂരം മാത്രം വെള്ളമുള്ള ഒരു സ്ഥലത്താണ് അത്ര ആ വഞ്ചി അപകടമുണ്ടായത്, ബോട്ട് അപകടം ഉണ്ടായിട്ടില്ല. അത് ഇപ്പോഴും തർക്ക വിഷയമാണ്. പോട്ടെ, അദ്ദേഹത്തിന് തെക്കാട്, നമ്മുടെ മേട്ടുക്കട തെക്കാട് ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം സഞ്ചരിക്കുന്ന ജഡ്ക എന്ന വാഹനം ഒരു മുസ്ലിം വ്യവസായിയുടെ നേതൃത്വം കാറിടിച്ച് അദ്ദേഹം ജഡ്കയിൽ നിന്ന് തെറിച്ച് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തെ നമ്മൾ അതുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കണ്ട, അങ്ങനെ കാത്തു നിൽക്കും. പക്ഷേ ആശാന്റെ ദുരവസ്ഥ തുടങ്ങിയത് ഈ ദുരവസ്ഥ എഴുതിയതിനു ശേഷമാണെന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഇവിടെ പ്രശ്നം ക്രൈസ്തവ പള്ളികളാണ്. അവിടെയുള്ള കടൽ തീരം മുഴുവൻ അവർക്ക് തീരെഴുതി കൊടുത്താണല്ലോ. കേരളത്തിൻ്റെ കടൽ തീരം മുഴുവൻ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുമായിട്ട് തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്നല്ലോ അവരുടെയൊക്കെ വിശ്വാസം. അതനുസരിച്ചാണ് അവരെ കരം പിരിക്കുന്നത്. ഇപ്പം 2 തരം കരമാണ് കേരളത്തിൽ ഉള്ളത്. ഒന്ന്, ഞാനും നിങ്ങളും എല്ലാം നികുതി കൊടുക്കുന്നത് ഗവൺമെൻറ്റിനാണ്, ഗവൺമെൻറ് നികുതി കൊടുക്കുന്നു. പക്ഷേ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിക്കും കരം കൊടുക്കണം. നിങ്ങൾ കോവളത്തോ, തിരുവനന്തപുരത്തോ കോവളത്തോ പൂന്തുറയോ അല്ലെങ്കിൽ വലിയ തുറയോ വിഴിഞ്ഞത്തോ പോയിട്ട് 50 രൂപയുടെ മത്സ്യം മേടിച്ചു നോക്കും. 50 രൂപയുടെ മത്സ്യം മേടിച്ചാൽ 10 രൂപ പള്ളിക്ക് കരം കൊടുക്കണം. പള്ളി കാശെന്ന് പറഞ്ഞ വാങ്ങുകയാണ്. ഇതൊരു അനീതിയാണ്. അങ്ങനെ ശതകോടികൾ പിരിച്ചെടുക്കുന്ന പള്ളി മേധാവികളുടെ തന്ത്രം. ഈ പറയുന്ന കായിക്കരയിൽ 2 മാർക്കറ്റ് വേറെയുണ്ട്. ഞങ്ങൾ കണ്ടതാണ്. പ്രവർത്തിക്കുന്ന 2 വലിയ മാർക്കറ്റുകൾ വേറെയുണ്ട്. പക്ഷേ ആശാന്റെ ജന്മഗൃഹം ഇരുന്ന സ്ഥലം തന്നെ അവർക്ക് ചന്തയാക്കി മാറ്റണം എന്നുള്ള ആ ഒരു കടുംപിടുത്തം, അവിടെ ഒരു വിശാലമായ മാർക്കറ്റ് ഉണ്ടാക്കണമെന്നുള്ള കടുംപിടുത്തം 2 തരത്തിലുള്ള തന്നെ കാണണം. ഒന്ന്, ഈ കുമാരനാശാൻ ജീവിച്ചിരുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ. 1950 ഉണ്ടാക്കിയ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ എല്ലാം തുടക്കം എന്ന് വേണമെങ്കിൽ ഈ SNDPയുടെ പ്രവർത്തനവും NSSന്റെ പ്രവർത്തനമൊക്കെ ആണല്ലോ. അതിനെ നഖശികാന്തം എതിർത്ത് വന്നത് ക്രൈസ്തവ പത്രങ്ങളൊക്കെ, ദീപികയും ഒക്കെ കേരളഭൂഷണം പോലെയുള്ള നസ്രാണി പത്രങ്ങളായിരുന്നു. പോട്ടെ, അതൊക്കെ ഒരു പഴയ കഥ. ഞാൻ പറഞ്ഞത് അന്നു മുതൽ ഉണ്ടായി വന്ന ഹൈന്ദവ ഐക്യത്തെ തകർക്കാൻ ശ്രമിച്ചത് ഈ ക്രൈസ്തവ പാതിരിമാർ ആയിരുന്നു. അവരായിരുന്നു ശബരിമല ദിവ്യപ്പിൻ്റെ പുറകിലുണ്ടായിരുന്ന ശക്തികൾ. DIG കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, പരമ്പരാഗതമായി ക്രൈസ്തവ ഇടപെടലുകൾ ഹിന്ദു സമൂഹത്തിൻ്റെ ആന്തരികമായ ചോദനയെ കെടുത്തുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും അങ്ങനെയാണ്. കുമാരനാശൻ ആര് ചോദിക്കാനുണ്ട് എന്നൊരു മനോഭാവത്തിൻ്റെ ധാർഷ്ട്യമാണ് അവിടെ കാണുന്നത്. ആ 21 സെന്റ് സ്ഥലം ഇപ്പോഴും കുമാരനാശാൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിലിരിക്കുന്ന ആ സ്ഥലം പള്ളിപ്പുരയിടമാക്കി മാറ്റിക്കൊണ്ട് അവിടെ തന്നെ അവർക്ക് മീൻചന്ത ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ദുഷ്ടലാക്ക് എങ്ങനെ ഉണ്ടായി? അപ്പോൾ ആശാനോടുള്ള ഒരു വിരോധം മാത്രമല്ല, ആശാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടല്ലോ കേരളത്തിൽ, ഒരു ഹിന്ദു സമൂഹം. ആ ഹിന്ദു സമൂഹത്തിനെതിരായിട്ടുള്ള അവരുടെ ചിന്തകൾക്ക്, അവരുടെ ആ വീര്യത്തിന് എതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇതെങ്ങനെയാണ് ഇവരുടെ കയ്യിൽ എത്തിപ്പെട്ടത്? ആശാന്റെ പേരിലായിരിക്കുമല്ലോ ആ സ്ഥലം. എങ്ങനെയാണ് ഇവരുടെ കൈകളിലേക്ക് ഇത് എത്തിപ്പെട്ടത്? 2 കാര്യങ്ങളാണ്. അവിടെ ഇപ്പോൾ ഒരു കായിക്കര കുമാരനാശാൻ ജന്മഭൂമി സ്മാരക സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചെയർമാനെയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, മുമ്പ് ഈ അനന്തരവന്മാർക്കായിരുന്നു വസ്തു കൊടുത്തിരുന്നത്. ഒരു മരുമക്കത്തായി നിലനിന്നിരുന്ന സമയമായിരുന്നു. അങ്ങനെ കുറേയേറെ വസ്തുക്കളെല്ലാം അനന്തരവന്മാർക്ക് കൊടുക്കുകയും ഈ വീട് ആശാന് വേണ്ടി അച്ഛനും അമ്മയും സംരക്ഷിക്കുകയും ചെയ്തതാണ്. പക്ഷെ ആശാൻ SNDPയുടെ പ്രവർത്തനവും ഒക്കെ ആയിട്ട് ഗുരുദേവനുമായിട്ടുള്ള ബന്ധമെല്ലാം കൊണ്ട് ഒരു അവധൂതനെ പോലെ സഞ്ചരിച്ച കവിയാണല്ലോ. കവി യഥാർത്ഥത്തിൽ സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയെ തേടിയുള്ള പ്രയാണം സ്വന്തം സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ സ്വന്തം സ്വത്തുക്കൾ സംരക്ഷിക്കുവാനോ വേണ്ടിയുള്ള ഒന്നായിരുന്നില്ല. അദ്ദേഹം കവിതയെ പ്രണയിച്ചു. ആ കവിതയിലൂടെ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രയാണം കവിത എഴുതാനുള്ള ഒരു കവിത തപസ്സാണല്ലോ. ആ കവിത എഴുതാനുള്ള ആ തപസ്സിരിക്കുന്നതിനുള്ള സ്ഥലം കണ്ട് തോന്നയ്ക്കലായിരുന്നു. അപ്പം തോന്നയ്ക്കൽ അദ്ദേഹം ചെറിയ വീട്ടിലേക്ക് മാറി അവിടെ ഇരുന്ന് കവിത എഴുതാൻ തുടങ്ങിയതിനു ശേഷം അദ്ദേഹം വാസ്തവത്തിൽ ഈ കായിക്കരയിലേക്ക് സ്ഥിരമായി വന്നിരുന്നില്ല. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും വിയോഗത്തിന് ശേഷം ഇത് അന്യാധീനപ്പെട്ട് പോയിരിക്കാനാണ് വഴിയെന്നാണ് ഇന്നത്തെ ആ കായിക്കര കുമാരനാശാൻ ജന്മഭൂമി സമരസഹായ സമിതിയുടെ ആളുകൾ പറയുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ആ പേരുള്ള വസ്തു മറ്റു ആൾക്കാരുടെ പേരിലേക്ക് പോയി അങ്ങനെ കൈമറിഞ്ഞാണ് ഈ തരത്തിലുള്ള. ഈ വസ്തു ഇപ്പോഴും ആരുടെ കയ്യിലും പോയിട്ടില്ല. 21 സെന്റ് വസ്തു ആശാന്റെ അച്ഛന്റെ അമ്മയുടെയും പേരിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള വസ്തുക്കൾ ആ വസ്തുവിൽ ഇപ്പോ മറ്റേ കടന്നുകയറ്റങ്ങളൊന്നുമില്ല. 21 സെന്റ് സ്ഥലത്ത് 21 സെന്റ് സ്ഥലത്ത് വരെ കടന്നുകയറ്റില്ല. അതാണ് പള്ളിപ്പുരയിടാക്കി മാറ്റിയത്.
21.5 സെന്റ് സ്ഥലത്തിൽ ആണ് പള്ളിപ്പുരയിടാക്കി പള്ളിപ്പുരയിടമാക്കി മാറ്റി. അതെങ്ങനെയാണ് ഈ പേരിലിരിക്കുന്ന വസ്തുവിന് മുകളിൽ? അതാണ് അന്വേഷിക്കാൻ. നമ്മുടെ തിരുവനന്തപുരത്ത് പോലും നമ്മളെ കഴിഞ്ഞ കുറെ കാലം മുമ്പ് പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായിരുന്ന ആളുകളൊക്കെ ചേർന്ന് കടകംപള്ളി വില്ലേജിൽ എത്ര ആളുകളുടെ ഭൂമിയാണ് തട്ടിയെടുത്തത്. ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നടക്കുവാണെങ്കിൽ അപ്പൊ ആരും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന കടൽ തീരത്തോ? അവിടെ പോയി കണ്ടാലേ അറിയാം. അനധികൃതമായിട്ട് ആ വസ്തു കൈയടക്കുകയായിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ആ വസ്തു കൈയടക്കുകയും അവിടെ ആശാന്റെ സ്മരണകൾ ഉറങ്ങുന്ന ആ സാംസ്കാരിക ഭൂമികയെ ഇടിച്ചു നിരത്തി അതൊരു ചന്തയാക്കി മാറ്റിയെടുക്കുക, ആശാന്റെ വിജ്ഞാനത്തെ മുഴുവൻ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വളരെയധികം അജ്ഞാതമായിട്ടൊരു സന്തോഷം കണ്ടെത്തുക എന്നതാണ്. തീർച്ചയായിട്ടും ആശാൻ ഉയർത്തിപ്പിടിച്ച ഒരു മതമുണ്ടല്ലോ, ആശാൻ ഉയർത്തിപ്പിടിച്ച ഒരു സംസ്കാരം ഉണ്ടല്ലോ, ആശാൻ ഉയർത്തിപ്പിടിച്ച ഒരു സാഹിത്യ ഭൂമികയിലെ തീവ്രതയുണ്ടല്ലോ, അതിനെയൊക്കെ വിസ്മരിക്കുകയാണ്, അതിനെയൊക്കെ ഇല്ലാതാക്കുകയാണ്. ഇതെന്തുകൊണ്ടാകാം ഇത്രയധികം ഓപ്പൺ ആയിട്ടുള്ള ഒരു ലംഘനമുണ്ടായിരുന്നു? ഒരു വസ്തുവിൻ്റെ മേൽ ഒരു സാംസ്കാരിക ഭൂമികയ്ക്ക് മേൽ ഇത്ര വലിയൊരു കടന്നുകയറ്റം ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല? അല്ല, അതൊരു പുതിയ കാര്യമല്ലല്ലോ. പുതിയ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ച ആ സ്ഥലത്ത് അദ്ദേഹത്തിന് പ്രതിമ വെക്കാൻ ഇതുവരെ സാധിച്ചില്ല? അത് അവിടെ മഷിക്കുപ്പിയും, തിരൂർ ടൗണിൽ പോയാൽ നമുക്ക് കാണാൻ മഷിക്കുപ്പിയും ഒരു തൂവലുമാണ്. ഇസ്ലാമിക ഭീകരവാദ സംഘടനയുടെ ഒരു ചെറിയ അടയാളമാണത്. അതാ വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ കിളിമകളെ കൊണ്ട് പാട്ടുകൾ പാടിച്ച, രാമകഥ പറയിപ്പിച്ച ആ സ്ഥലത്ത് ആശാന്റെ പ്രതിമ വെക്കാൻ കഴിയുന്നില്ല. എത്രയോ മാറി മാറി ഗവൺമെന്റുകൾ വന്നു, എത്ര സർക്കാർ വന്നു. പുരോഗമനം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ചില്ലേ? സാംസ്കാരിക മന്ത്രിമാർ മാറി മാറി വന്നില്ലേ? തിരൂര് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ തിരൂർ ടൗണിൽ വെക്കാൻ പറ്റുന്നില്ല? അത് ഹറാമാണ്. ഏതോ ആളുകൾക്ക് ഹറാമാണ് അത്ര. ഹറാം ആയതുകൊണ്ട് മാത്രമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ വെക്കാത്ത. അവിടെ വെക്കാൻ കെട്ടിയുണ്ടാക്കിയ പ്രതിമ ചാക്കിൽ കെട്ടി തുഞ്ചൻ പറമ്പിൽ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ തള്ളിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുഞ്ചൻ പറമ്പിൽ പോയപ്പോഴത്തേക്ക് പ്രതിമ കണ്ടില്ല, പക്ഷെ ആ സ്ഥലം കാണിച്ചു. ഇവിടെ ആശാന്റെ പ്രതിമ ചാക്കുകെട്ടിനകത്തുണ്ട്, വേസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്, കൂട്ടിയിട്ടിട്ടുണ്ട്. അതാണ് അവസ്ഥ കേരളത്തിൻ്റെ. അപ്പോൾ ഗവൺമെൻറ് ഇത്തരം കാര്യത്തിൽ മുൻപന്തിയിലെടുക്കില്ല. കാരണം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ആശാന്റെ കാര്യം മാത്രമല്ല, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യത്തിലും അവരെ മുൻകൈയെടുത്ത് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ഇപ്പോൾ സമരസമിതിയുടെ ഇനിയുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? അവരിപ്പം നിലവിൽ റവന്യൂ ബോർഡിന് പരാതി കൊടുത്തിട്ടുണ്ട്, രേഖകളെടുത്തു. ആ രേഖകൾ പ്രകാരം അത് തൊമ്മൻമുളാകം 21.5 സെന്റ് സ്ഥലം ഇപ്പോഴും ആശാന്റെ, കുമാരനാശാന്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലാണെന്നുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ബാക്കിയുള്ള ഭൂമി എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയാനുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയൊരു സഹായ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു SNDPയുടെ സഹായം തേടിയിട്ടുണ്ട്. SNDPയുമായി ആലോചിച്ച്, അതുപോലെ ശിവഗിരി മഠവുമായി ആലോചിച്ച്, മറ്റ് സമാന മനസ്കരായ സാഹിത്യകാരന്മാരുമായിട്ട് ആലോചിച്ച് വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്കും ഒപ്പം തന്നെ ഒരു നിയമ നടപടികളിലേക്കും പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. SNDP വിഷയത്തിൽ SNDP വിഷയത്തിൽ പ്രാദേശിക ഘടകം താലൂക്ക് യൂണിയനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ SNDPയുടെ സംസ്ഥാന നേതൃത്വം ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അങ്ങനെ അവരെ അറിയിച്ചിട്ടുണ്ടോ? അവരെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിട്ട് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? അവരുടെ പ്രതികരണം ഒരു തണുത്ത പ്രതികരണമാണ് എന്നാണ് സമരസമിതിയുടെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടായിരിക്കാം SNDP? അവരൊക്കെ ഒരുപക്ഷെ കാര്യങ്ങൾ പഠിക്കുകയായിരിക്കാം. കാര്യങ്ങൾ പഠിച്ചിട്ട് എടുത്തു ചാടാതെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ദീർഘമായ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് സ്വാഭാവികമായിട്ട് അതിൽ ഇടപെടാം എന്ന് കരുതിയിട്ടുണ്ടാവും. ഇതൊരു സംയുക്തമായ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് എന്തായാലും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള SNDP യോഗത്തിന് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ വിഷയം. തീർച്ചയായിട്ടും. പക്ഷെ മനസ്സിലാക്കിയ പ്രശ്നം അത് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണ്. അവിടെ പോലീസിന് പോലും അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് ഈ കായിക്കര മുതൽ ഇങ്ങോട്ടുള്ളത്. 5 തെങ്ങ് കായിക്കര എന്നൊക്കെ പറയുന്ന സ്ഥലം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഒരു പ്രതിയെ പിടിക്കാൻ പോകണമെങ്കിൽ പോലും അവിടുത്തെ പള്ളിയുടെ വികാരിയുടെ അനുവാദം വാങ്ങിച്ചാലേ പ്രതിയെ പിടിക്കാൻ പോകുള്ളൂ. അതാണ് അവിടെ നിന്ന് റിട്ടയർ ഒരു DSP സുഹൃത്തിന് അദ്ദേഹം പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് അവിടുത്തെ നിലപാട്. അത് അവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ കടൽ തീരം മുഴുവൻ കേരള ഗവൺമെൻറ്റിനോ ജില്ലാ ഭരണകൂടത്തിനോ യാതൊരുവിധ സ്വാധീനവും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഭീമാപ്പള്ളിയിൽ ഒരിക്കലും റെയ്ഡ് നടത്താൻ പോയ ആൻറ്റി പൈറസി സെല്ലിൻ്റെ തലവനായിട്ടുള്ള നമ്മുടെ പഴയ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ഷിയാസ് സിംഗിനെ എന്ത് ചെയ്തു? കഴുത്തിൽ പിടിച്ച് നിർത്തിയിരുന്നില്ലേ? അവിടെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഭീമാപ്പള്ളി ഭാഗത്തോ പൂന്തറ ഭാഗത്തോ പോയി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ?
ഇന്നും തിരുവല്ലത്തെ നാം ഹിന്ദു പവിത്രമായി കരുതുന്ന തിരുവല്ലം ക്ഷേത്രത്തിൽ ബലിക്കടവ് വൃത്തിയാക്കാൻ പറ്റാത്തത് എന്താ? പൂന്തറ പൊഴി മുറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പൂന്തറ പൊഴി എന്തുകൊണ്ടാണ് മുറിക്കാത്തത്? ആ പൂന്തറയിൽ പൊഴി വന്ന് മണലടിയുന്ന ഭാഗം മണൽ മാറ്റി ഈ ചീത്ത ജലം സമുദ്രത്തിലേക്ക് തുറന്നുവിടാൻ സമ്മതിക്കാത്ത അവർ അവിടെ ഇരുന്ന് മത്സ്യത്തൊഴിലാളികൾ വിശ്രമിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ ബിജു പ്രഭാകരൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്നപ്പോൾ അങ്ങോട്ട് പോയി ആ പൊഴി മുറിക്കാൻ ശ്രമം നടത്തിയല്ലോ. പക്ഷേ അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പം ഭരണകൂടവും ജില്ലാ ഭരണകൂടം മാത്രമല്ല സംസ്ഥാന ഭരണകൂടവും ഇവരുടെ മുമ്പിൽ പരാജയപ്പെടുകയാണ്. അതൊരു വസ്തുതയാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ കായിക്കരയിൽ നാം കാണുന്നത്. ഇത് സംഘടിതമായൊരു കളക്റ്റീവ് കോൺഷ്യൻസ്, ഒരു ജനങ്ങളുടെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിലേക്ക് ആവശ്യമല്ലേ? അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് കേരളം മുഴുവൻ ഈ വിഷയം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ഒരു കാര്യത്തിലേക്ക് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? സമരസമിതിയായിട്ട് ആലോചിച്ച് തപസ്യയും സമരസമിതിയും ഒക്കെ ആലോചിച്ച് സാഹിത്യകാരന്മാരോടൊക്കെ ആലോചിച്ച പുതിയ ചില നിലപാടുകളിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാംസ്കാരിക ആചാര്യൻ ഒരുപാട് നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ട ഇന്നത്തെ കവികളെ പോലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങളിലോ അല്ലെങ്കിൽ സെലക്റ്റീവായിട്ടോ ഇടപെടുകയല്ല, മറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബാധ്യതയായിട്ടുള്ള, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എപ്പോഴും ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് ഒക്കെ എതിർത്ത് പ്രതികരിക്കും. അത് ജാതീയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മതപരമായിട്ടാണെങ്കിലും അങ്ങനെ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് പ്രശ്നമുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെയും തൻ്റെ തൂലികയെ പടവാളാക്കിയ കുമാരനാശാന് വേണ്ടിയിട്ട് പടപൊരുതേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യബോധമുള്ള ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ്. അതിന് പൊതുസമൂഹം ഇറങ്ങി പുറപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. നമസ്കാരം.